ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈശോയുടെ മൗതിക ശരീരമായ തിരുസഭയെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്ഫലങ്ങൾ കൊണ്ട് അലങ്കൃതമാക്കാൻ സഭാമക്കളായ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്ന കൈത്താക്കാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം എത്തി നിൽക്കുകയാണ്. അജ്ഞതയുടെ തിമിരം ബാധിച്ച യഹൂദ ജനതയ്ക്ക് മുമ്പിൽ ഈശോയാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഒരു സാബത്ത് ദിവസം ജന്മന അന്ധനായ ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നു. സുഖമാക്കപ്പെട്ടതിൻ്റെ പേരിൽ ആ മനുഷ്യൻ ഫരിസീയ പ്രമാണികളാൽ ചോദ്യം ചെയ്യപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു നാടകം പോലെ വർണ്ണിച്ചിരിക്കുന്ന ഈ വചനഭാഗത്തിന്റെ ആദ്യ രംഗത്തും അവസാന രംഗത്തും മാത്രമാണ് കേന്ദ്ര കഥാപാത്രമായ ഈശോയുടെ കടന്നുവരവ് യോഹന്നാൻ ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈശോയിൽ വിശ്വസിച്ച ജന്മന അന്ധനായ മനുഷ്യനെ വിസ്തരിക്കുന്നതിലൂടെ സാബത്ത് നിയമം തെറ്റിച്ചതിൻ്റെ പേരിൽ ഈശോ തന്നെ ഇവിടെ ഒരു എക്സ്പാർട്ടി രീതിയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മോശ ഇസ്രായേൽ ജനത്തെ ഹോർബ് താഴ്വാരയിൽ ഒരുമിച്ച് കൂട്ടി അവർക്ക് 10 കൽപ്പനകൾ നൽകുന്നത് നിയമാവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടു. ഇവിടെ ഒരു സാബത്താചരണത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. യാവയായ ദൈവം തന്ന കൽപ്പനകള് ഹൃദയത്തിൽ ഇളക്കം തട്ടാതെ കൊണ്ടു നടക്കുന്ന യഹൂദ ജനതയ്ക്ക് സാബത്ത് നിയമങ്ങൾ തെറ്റിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തിന്മ തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യഹൂദ വംശത്തിൽ ജനിച്ച ഈശോ സാബത്ത് ദിവസം രോഗശാന്തി നൽകുന്നത്. യേശുവിന്റെ ഈ പ്രവൃത്തിയാണ് ഫരിസയരെ അസ്വസ്ഥരാക്കിയത്. ഇക്കാരണത്താൽ തന്നെയാണ് ആ അന്ധനായിരുന്ന മനുഷ്യനെ അവർ വിചാരണ ചെയ്യുന്നതും. അവർ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞ ഈശോ യഥാർത്ഥ അന്ധരും പാപികളുമായ ഫരിസേയ പ്രമാണികളെ വിമർശിക്കുന്നുണ്ട്. വളരെ ഫലപുഷ്ടമായ കുന്നിൻ ചെരുവില് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശിഷ്ടമായ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് നല്ല ഫലത്തിനായി കാത്തിരുന്ന ശേഷം കാട്ടുമുന്തിരിപ്പഴം കണ്ട് ദുഃഖമനുഭവിക്കുന്ന ഒരു കൃഷിക്കാരനെ പറ്റി യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഇവിടെ മുന്തിരിത്തോട്ടം ഇസ്രായേലും കൃഷിക്കാരൻ ദൈവവുമാണ്. വീണ്ടും ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം തിരികെ കടന്നു വരുമ്പോൾ നാം കണ്ടുമുട്ടുന്ന ഫരിസേയരും ശിഷ്യന്മാരും അടങ്ങുന്ന ജനക്കൂട്ടം പഴയ നിയമത്തിലെ അതേ മുന്തിരിത്തോട്ടത്തിന്റെ സാദൃശ്യങ്ങളാണ്. കർത്താവായ ദൈവം നട്ടുനനച്ച് വളർത്തിയ ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടം ദൈവം ആഗ്രഹിച്ച വിധത്തിൽ ഫലം നൽകാതെ പ്രകാശമായ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കാതെ ആത്മീയ അന്ധതയിൽ ആണ്ടുപോയതിനെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു ഈശോയെ നമുക്ക് ഈ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത കരുണയുള്ളവരായിരിക്കുക എന്നതാണ്. സുവിശേഷത്തിൽ ഈശോയ്ക്കുള്ളതും എന്നാൽ ഫരിസേയർക്ക് ഇല്ലാത്തതും കരുണ എന്ന പുണ്യമാണ്. ഇവിടെ കാഴ്ച നേടുന്നവന്റെ സന്തോഷത്തിൽ പങ്കുചേരാതെ നിയമലംഘനം എന്ന കുറ്റമാരോപിക്കുന്ന ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും. കരുണയും സ്നേഹവും നഷ്ടപ്പെട്ട ഈ ഭൂമിയിൽ ലോകത്തിന്റെ ജിജ്ഞാസകളിൽ അകപ്പെട്ടു പോയി അന്തരാക്കപ്പെടുമ്പോഴും നമ്മുടെ സഹോദരങ്ങളുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും സഹനങ്ങളിലും സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടേണ്ടവരായ നമ്മൾ ഫരിസേയരെ പോലെ പെരുമാറുമ്പോൾ ഈശോയും നമ്മെ നോക്കി ഇപ്രകാരം സങ്കടപ്പെടാറുണ്ട്. അവന്റെ ഹൃദയം വീണ്ടും വേദനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിലെ ആത്മീയ അന്ധത ദൈവത്തെ നമ്മുടെ കാഴ്ചയിൽ നിന്നും മറയ്ക്കുന്നു. കരങ്ങൾ കൊടുക്കേണ്ടവർ കഴുത്തറക്കുന്നവരായിത്തീരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ആത്മകഥയുടെ പുറംചട്ടയില് വളരെ മനോഹരമായ ഒരു വാചകം ഇപ്രകാരം കുറിച്ചിടുന്നുണ്ട്: ജീവിക്കാൻ പഠിക്കുവാനായി നാം എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ജീവിക്കാൻ പഠിക്കുവാനായി നാം എല്ലാവരും സ്നേഹിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. തിരുസഭയുടെ സാമൂഹിക പ്രബോധനം ദ കമ്പൻഡിയം ഓഫ് ദ സോഷ്യൽ ഡോക്ട്രിൻ ഓഫ് ദ കാത്തലിക് ചർച്ച് ആർട്ടിക്കിൾ 184 നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: വേദനിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ നമ്മുടെയല്ല അവരുടേതാണ് നാം അവർക്ക് കൊടുക്കുന്നത്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനേക്കാൾ നാം ഇവിടെ നീതിയുടെ പ്രവൃത്തിയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, അവരൻ്റെ സന്തോഷങ്ങളിൽ സങ്കടപ്പെടുന്നവരാകാതെ ഈശോ ആ അന്ധനോട് കാരുണ്യത്തോടെ പെരുമാറിയതുപോലെ വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോടും കാരുണ്യത്തോടെ. ഇന്ന് വചനം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് സഹനത്തിലൂടെയുള്ള രക്ഷയെ പറ്റിയാണ്.
അന്ധത എന്നത് യഥാർത്ഥത്തിൽ ഒരു അടിമത്തം തന്നെയാണ്. പ്രത്യേകിച്ച് അന്നത്തെ യഹൂദമതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുവൻ അന്ധനായിരിക്കുക എന്നത് അവൻ്റെ പൂർവികരുടെയോ മാതാപിതാക്കളുടെയോ പാപത്തിൻ്റെ ഫലമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. വൈകല്യങ്ങളോടെ ജനിക്കുന്നവരെ അവർ അവരുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. കാരണം ഇങ്ങനെയുള്ളവരെ സ്പർശിക്കുന്നത് പോലും അശുദ്ധിക്ക് വഴിയൊരുക്കുമായിരുന്നു. ജന്മനാ അന്ധത ബാധിച്ച് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ട് ജീവിക്കുക എന്നത് തന്നെ ആ കാഴ്ചയില്ലാത്തവന് ഒരു വലിയ അടിമത്തം തന്നെയായിരുന്നു. അതിലുപരി തീരാ സഹനമായിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്ത് മക്കധോനിയായിൽ ചെന്നപ്പോൾ താൻ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ സഹനങ്ങളെപ്പറ്റി വിശുദ്ധ പൗലോസ്ലീഹായും പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഒരിക്കൽ 2 കുട്ടികൾ ഇരുട്ടത്തുകൂടി നടക്കുകയായിരുന്നു. കൂട്ടുകാരൻ അവരനോട് ചോദിച്ചു, ദൈവം ഇപ്പോൾ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നീ ദൈവത്തോട് എന്ത് ചോദിക്കും? ചങ്ങാതി മറുപടി പറഞ്ഞു, ഞാൻ ഈ ഇരുട്ട് മാറ്റിത്തരാൻ പ്രാർത്ഥിക്കും. നീയാണെങ്കിൽ എന്തു ചോദിക്കും? അവൻ പറഞ്ഞു, ഞാൻ കുറച്ചുകൂടി ഇരുട്ട് നൽകാൻ പ്രാർത്ഥിക്കും. എന്തിനാണ് ഇരുട്ടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കാരണം ഇരുട്ട് കൂടുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ തിളക്കവും കൂടും. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളെ പരാതി കൂടാതെ പ്രണയിക്കാൻ കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മിൽ പൂണിയുന്നത്. നാം എല്ലാവരും ഒരു തീർത്ഥയാത്രയിലാണ്. സഭയോടും സഭാ അംഗങ്ങളോടും ചേർന്ന് നിന്ന് നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. ഈ തീർത്ഥയാത്രയുടെ ആരംഭം ഒരു സാഹസമാണ്. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സാഹസം. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പുരട്ടിയതിന് ശേഷം സീലോഹായിൽ പോയി കഴുകുക എന്നായിരുന്നല്ലോ ആ അന്ധയാചകനുള്ള യേശുവിൻ്റെ ക്ഷണം. ജന്മനാ അന്ധനായവൻ കാഴ്ച കിട്ടുമെന്ന് വിശ്വസിച്ച് സീലോഹായിൽ കുളത്തിൽ പോയി കഴുകിയത് ഒരു സാഹസമെടുക്കുന്നതിന് തുല്യമാണ്. എന്നും യേശുവിൻ്റെ ക്ഷണം ഇത്തരമൊരു സാഹസത്തിലേക്കാണ്. സഹനങ്ങളെ അതിജീവിച്ച് സ്വർഗം സ്വന്തമാക്കുവാൻ ഇത്തരമൊരു സാഹസത്തിന് നമ്മൾ യേശു പറഞ്ഞേ തീരൂ. ഈശോ എന്ന് നമ്മോട് ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെയാണ്. നിനക്കും കാഴ്ചയുള്ളവനായി തീരാൻ ആഗ്രഹമുണ്ടോ? ഒരു സാഹസമെടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? രക്ഷ സ്വന്തമാക്കുവാനുള്ള ഒരു സാഹസത്തിന് നീ തയ്യാറാണോ? സ്വർഗം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ച് യേശു എന്ന പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കണം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ ജീവന് വേണ്ടി സ്വയം കുരിശിൽ സമർപ്പിച്ച് ലോകാവസാനം വരെ മനുഷ്യനോടൊപ്പമായിരിക്കാൻ വിശുദ്ധ കുർബാനയായി ലോകമെങ്ങുമുള്ള അൾത്താരകളിൽ പ്രകാശമായി നിൽക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ മാതൃകയാക്കി സഹജീവികൾക്കും വേദനിക്കുന്നവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും പ്രകാശമായി മാറാൻ നമുക്കും സാധിക്കട്ടെ. കുരിശു മരണം വരെയുള്ള തൻ്റെ പീഡാനുഭവങ്ങളിലൂടെ സഹനത്തെ രക്ഷയുടെ മാതൃകയാക്കിയ ഈശോയെപ്പോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് സ്വർഗത്തിൽ എത്തിച്ചേരാൻ കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.